ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? സുഖമായി ഇരിക്കല്ലേ എല്ലാവരും? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്, ഞാൻ 2-3 ദിവസമായിട്ട് വ്ളോഗ് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വ്ളോഗ് ഇടാച്ചിട്ടായിരുന്നു. പക്ഷെ അതങ്ങോട്ട് ഒക്കണില്ല. നമുക്ക് ഡെയിലി കണ്ടൻറ്റും എല്ലാം സെയിം ആകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ വിചാരിക്കുന്നു, ശനിയാഴ്ച ഞാൻ വ്ളോഗ് ഇട്ടായിരുന്നു. ശനിയാഴ്ച എന്തായാലും ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ബുധൻ. അപ്പം വീക്ക്ലി ബുധൻ ആൻഡ് ശനി വ്ളോഗ്സ് ഇടാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കണത്. പിന്നെ എന്താണെങ്കിൽ ഇന്നിപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ മിക്കതും സ്റ്റഡീസ്, ബിസിനസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് തന്നെയായിരിക്കും എൻ്റെ വ്ളോഗിൽ കൂടുതലായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റാട്ടോ. അപ്പോൾ എൻ്റെ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ സബ്സ്ക്രൈബ്. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. കുറേ പേര് കണ്ടു പോകുന്നുണ്ട്, കമൻസ് ഒന്നും ഇടുന്നില്ല. സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന കുറച്ച് പേരുണ്ട്, അവരെന്നെ കമൻസ് ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ഇട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ വ്ളോഗിനെ പറ്റിയിട്ട് എങ്ങനെയുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറ്റി പറയണേ. ഒരാൾ കോപ്പിറൈറ്റ് വരാത്ത മ്യൂസിക് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാനൊക്കെ പറയുന്നത്, അപ്പോൾ ഒന്നും കൂടി സെറ്റ് ആവുമെന്നൊക്കെ. അപ്പോൾ അത് ഞാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു സ്റ്റഡി പ്ലസ് ഹോം വ്ളോഗാണ്. അപ്പോൾ രാവിലെ ഞാൻ ഫ്രഞ്ച് റവല്യൂഷൻ, വേൾഡ് ഹിസ്റ്ററിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ SCERTയിലെ കുറച്ച് വേൾഡ് ഹിസ്റ്ററിനുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ചാപ്റ്ററും, ഒരു 3 ചാപ്റ്ററും കൂടി ഉണ്ട്. അപ്പോൾ അതും അതിൻ്റെ ഒപ്പം തന്നെ നോക്കി പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 8ാം ക്ലാസ്സിലത്തെ 13ാമത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 4 ഓൾമോസ്റ്റ് എല്ലാ വിപ്ലവത്തെ പറ്റിയിട്ടും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ ചെറുതായിട്ട് ഈ സ്റ്റിക്കി നോട്ടിൽ വർഷങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ അമ്മേനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെമ്മീൻ നന്നാക്കി കൊടുക്കാൻ പോയിട്ടാണ്. അപ്പോൾ അമ്മ ചെമ്മീൻ കറിയാണെന്ന് വെക്കണത്. ചെമ്മീനുണ്ട്, പിന്നെ എന്തുണ്ടമ്മ? പരലുണ്ട്, മുരിങ്ങയുടെ ഇല ഉപ്പേരി ഉണ്ട്. യെസ്, പിന്നെ തേങ്ങ ചിരകാൻ ഇതിനും പോയി. അപ്പോൾ ഒരു അരമണിക്കൂർ ഞാൻ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റോറേജ് ഫുള്ളായി, അതാ പോയത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്കെന്നൊരു മോട്ടിവേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വ്ളോഗ് എടുക്കുമ്പോൾ നമുക്ക് പഠിക്കണം, അതൊക്കെ ഇങ്ങനെ എടുക്കണം, അങ്ങനെ ഒരു ഇതുണ്ടാവല്ലോ, അതാണ്. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാം ഒരുപോലെ നല്ലപോലെ അങ്ങോട്ട് പോയാൽ നല്ലതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ പഠിക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി കാത്തിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം പഠിക്കേണ്ട ഭാഗങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇരുന്ന് പഠിച്ചോട്ടോ. SCERT ആ ചാപ്റ്റർ അപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കംപ്ലീറ്റ് ചെയ്തത്. അതൊരു ഒറ്റ സ്ട്രക്ചറിലിരുന്ന് എനിക്ക് കുറച്ച് ബോറടിച്ചപ്പോൾ ഞാൻ പിന്നെ ഇംഗ്ലീഷ് ക്ലാസ് കാണാൻ വിചാരിച്ചു. ഞാൻ സൈലത്തിൻ്റെ ഇംഗ്ലീഷും മാത്സൊക്കെ സൈലത്തിൻ്റെ ക്ലാസ്സാണ് കേട്ടോ കാണുന്നത്. ഇത് ഫാരിസ് സാറിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. സാറിൻ്റെ ക്ലാസ് നന്നായിട്ട് മനസ്സിലാവാറുണ്ട്. അതുപോലെ നല്ല എളുപ്പ വഴികളൊക്കെ പറഞ്ഞ് ടിപ്സൊക്കെ തന്നിട്ടാണ് കേട്ടോ സാറ് പഠിപ്പിക്കാറ്. അപ്പം ഞാനിതാണ് ഫോളോ ചെയ്യണത്. ഗൈസ്, അപ്പം എൻ്റെ ലഞ്ച് ബ്രേക്ക് ആട്ടോ. ഞാൻ എന്താ കഴിക്കണമെന്ന് കാണിച്ചു തരാം. ചെമ്മീൻ കറി ഉണ്ട് കേട്ടോ. ചെമ്മീൻ കറി, മുരിങ്ങയില ഉപ്പേരി, പിന്നെ രാവിലെ കടലക്കറി ഉണ്ടാക്കിയത്. ഈ 3 ആണ് കേട്ടോ. പിന്നെ തൈരും കൂടി ഉണ്ട്, തൈര് എടുക്കണം. ഇതും കൂടി നമുക്ക് ഫുഡ് കഴിക്കാം. ഹലോ, അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ബ്രേക്ക് എടുത്തു കേട്ടോ. ഒരു 1 മണി മുതൽ 3 മണി വരെ. അതിനുശേഷം പിന്നെ ഇംഗ്ലീഷ് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാണ്ടായിരുന്നു, അത് നോക്കി. പിന്നെ ഇപ്പം ഞാൻ റെഡി ആയി നിൽക്കുകയാണ്. കാണുമ്പോൾ മനസ്സിലാവണില്ലേ? ആ അമ്മയുടെ ഒപ്പം റോട്ടിക്ക് പോകാട്ടോ. കുറച്ച് വെജിറ്റബിൾസ്, പച്ചക്കറി, ഫ്രൂട്ട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം ഞാനും അമ്മയും കൂടിയിട്ട് മില്ലിലാട്ടോ പോയത്. അവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ പൊടിക്കാനും എണ്ണ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അതിനായിട്ട് ആദ്യം മില്ലിൽ പോയി. പിന്നെ നമ്മൾ പച്ചക്കറി, ഫ്രൂട്ട്സ്, പിന്നെ കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടോ. ഇതാണ് ഞങ്ങൾ ഡെയിലി പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വാങ്ങുന്ന ഷോപ്പ്. പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ സൂപ്പർ മാർക്കറ്റിൽ വന്നു കേട്ടോ. ചൂടാണ് ഗൈസ്. ഞങ്ങളൊരു 3:30 കഴിഞ്ഞപ്പോൾ പോയപ്പോൾ 5 മണി സമയം. പോണ വെയിലുണ്ടല്ലോ, വെയിൽ നന്നായിട്ട് കിട്ടി. എന്തൊരു ചൂടാ വെയിലിനെന്നറിയോ. മുഖം നനച്ച്. ലിപ്സ്റ്റിക്ക് കളയണം. ലിപ്സ്റ്റിക്ക് ഞാൻ പോയി വന്ന ചുണ്ടിലിട്ട് വെക്കാറില്ല. ഇട്ട് വെച്ച് എൻ്റെ ലിപ്പൊക്കെ ആകെ പിഗ്മെൻറ്റഡ് ആണ് ഇപ്പോൾ ഓൾറെഡി. ഇനി അത് കൂട്ടണ്ടല്ലോ, ലിപ്സ്റ്റിക്ക് കളയണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് റൗണ്ട് സ്റ്റഡീസിന് ഇരിക്കാം. ഞാനൊരു ഡയറി മിൽക്ക് സിൽക്ക് വാങ്ങിയിട്ടുണ്ട്, അത് കഴിക്കണം.
എനിക്ക് ഡയറി മിൽക്ക് തിന്നാൻ ഭയങ്കര ക്രേവിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഡയറി മിൽക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മഷ്റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇവിടെ കടകളിലൊന്നും അങ്ങനെ കിട്ടാറില്ല, സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെയാണ് മഷ്റൂം കിട്ടാറുള്ളൂ. അപ്പോൾ അത് വാങ്ങി, ഹെൽത്തി ആണല്ലോ. പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു തണ്ണിമത്തനും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ സ്റ്റഡി ചെയ്തിരുന്നു. ഞാൻ സിയും വൊക്കാബുലറിയൊക്കെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ കുറച്ച് പഠിച്ച് അന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഒരു ക്ഷണം ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. അവിടെ നേർച്ചയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് പോയി. അപ്പോൾ മൂപ്പരാൾ വീടിൻ്റെ മുകളിൽ ഒരു കുഞ്ഞൊരു കോഴിക്കോട് പെട്ടിക്കൂട് എന്നൊക്കെ ഒരു ടെൻ്റല്ല, അത് ചെറിയ ഒരു സെറ്റപ്പ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പോയി നോക്കുകയായിരുന്നു. കുറച്ച് നേരം എന്നിട്ട് സെൻറ്ററിലൊക്കെ പോയി നേർച്ച പരിപാടിയൊക്കെ കണ്ടിട്ട് ഞാൻ നേരെ വീട്ടിൽ പോകുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, എൻ്റെ ഒരു 2 ദിവസത്തെ. ഇനി മോർ വ്ളോഗ്സൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഓൺ ദ വേ ആണ്.